മാറിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര സാഹചര്യങ്ങളിൽ ഇന്ത്യ വിശ്വമിത്രമായി വളരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ നടക്കുന്ന 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. कुछ समय पहले ही वाइब्रेंट गुजरात ग्लोबल समिट को 20 वर्ष पूरे हुए हैं. बीते 20 वर्षों में इस समिट ने नए आइडियाज को प्लेटफॉर्म दिया है. इसने इन्वेस्टमेंट्स और रिटर्न्स के लिए नए गेटवे बनाए हैं. और अब वाइब्रेंट गुजरात ग्लोबल समिट की इस बार की थीम है गेटवे टू द फ्यूचर. 21वीं सदी की दुनिया का फ्यूचर हमारे साझे प्रयासों से ही उज्जवल बनेगा. അടുത്ത 25 വർഷത്തേക്കുള്ള വികസന കാഴ്ചപ്പാടുമായാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സുസ്ഥിര വ്യവസായങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ, ഹരിത ഊർജ്ജം, സെമി കണ്ടക്ടർ എക്കോസിസ്റ്റം എന്നീ മേഖലകൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ആഗോള സ്ഥാപനങ്ങൾ ആവേശത്തിലാണ്. വരും വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 3 സമ്പദ് വ്യവസ്ഥകളിൽ ഇന്ത്യയും ഉൾപ്പെടുമെന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വ്യവസായങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തിക്കൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റിന്റെ 10ാം പതിപ്പോടെ യുഎഇയുമായും ആഫ്രിക്കയുമായും ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ദൃഢമായി. ഉച്ചകോടി വികസനത്തിന്റെ യഥാർത്ഥ കവാടമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുഎഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മൊസാംബിക് പ്രസിഡന്റ് ഫിലിപ്പെ ന്യൂസി, തിമോർ പ്രസിഡന്റ് ലെസ്റ്റെ ജോസ് രാമോസ് ഹോർട്ട, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. 100ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് സിറ്റിയിലെ ഗ്ലോബൽ ഫിൻടെക് ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു.